ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജന സർവീസായിട്ട് കയറിയതാണ്. നമുക്കൊരു 27,000 കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വലിയുടെ പ്രശ്നം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിക്കപ്പ് കുറവാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നത്. നമ്മൾ ട്രയൽ അടിക്കുന്ന സമയത്തായാലും അങ്ങനെ മേജറായിട്ടുള്ള വലിയ കുറവോ അങ്ങനെ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ലൈനറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടാം. വീലിൻ്റെ ആക്സിൽ സൈഡ്, അതായത് ബാക്ക് വീലിൻ്റെ ഗിയർ ബോക്സിൽ എന്ന് പറഞ്ഞ ആക്സിലാണ്. അതിന് ബെയറിങ്ങിന് ഫ്ലെയോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽറ്റർ ശരിക്കും പറയുമ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു പീരീഡിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയതായിട്ട് അടവ് തുടങ്ങിയിട്ടുണ്ട്. അതായത് പൊടി കയറിയിട്ട് ഒരുവിധം കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും എന്ന് പറഞ്ഞാൽ നമുക്ക് 10,000 കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ എയർ ഫിൽറ്ററും പ്ലഗും കൂടി 10,000 കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് രണ്ടും ഒരേ സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഫയറിങ്, അതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ കൃത്യമായിട്ടുള്ള ബേണിങ്, പെട്രോൾ കത്തുന്ന ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് നടക്കും. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ആയാലും ഡ്രൈ ടൈപ്പ് ക്ലച്ചുള്ള നമുക്ക് ഈ മോഡലുകൾക്ക് വരാം. അതേപോലെ തന്നെ ബെൽറ്റും ഓട്ടോ ക്ലച്ച് യൂണിറ്റൊക്കെ വരാം. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെയും അതേപോലെ തന്നെ ക്ലച്ച് ഷൂ പൊലയുന്നതിൻ്റെയൊക്കെ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബെൽറ്റ് നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്. നിലവിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പൊട്ടലോ കാര്യങ്ങളോ വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതിൻ്റെ തേമാനം നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. നമുക്കതിൻ്റെ ഈ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഈ പിന്നുകൾക്കൊക്കെ ഒരു തേമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. എനിക്ക് പിന്നും റോളറും കൂടിയിട്ട് ഏകദേശം നമുക്കൊരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നു. അതേപോലെ തന്നെ ഈ റബ്ബർ സെറ്റുകളും ചതഞ്ഞൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിടാം. പിന്നെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റ് വരുന്ന പിന്നുകളൊക്കെ തുരുമ്പ് ഇട്ടിട്ട് ചെറുതായി ക്ലാവൊക്കെ പിടിച്ച് ടൈറ്റായി തുടങ്ങിയിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ ഡാമേജോ കാര്യങ്ങളോ സ്ക്രാച്ചസോ വേറെ പ്രോബ്ലംസോ ഒന്നും നിലവിലില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. കേബിൾ കുഴപ്പമൊന്നുമില്ല, സ്മൂത്താണ്. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ നോക്കണുണ്ട്. ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിതുമേ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇതുമേ ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. 2021 മോഡൽ. ഇപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ നമുക്ക് വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷൻ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ. 2021 മോഡൽ. ഏകദേശം നമുക്കൊരു 3 കൊല്ലം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. നിലവിൽ വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിക്കും. അതിപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയതാണ്. അതിനുശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് ക്യാമ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും, ഗ്രീസിങ് നടത്തും. അതിനുശേഷമാണ് റീസെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടയർ പ്രഷർ, അതേപോലെ ഇൻഡിക്കേറ്റർ, സ്വിച്ച് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് വർക്കുകൾ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറേണ്ട പീരീഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്ന കേസ് കേട്ടോ. പിന്നെ നമുക്ക് ഓപ്പൺ വാഷിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും മാത്രം ചെളി കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇലക്ട്രിക്കൽ കമ്പോണൻസൊക്കെ ഉള്ളതാണ്. അതായത് നമുക്ക് അത്രയ്ക്കും ചെളി കാര്യങ്ങൾ ഉള്ളപ്പോഴൊക്കെ ഒന്ന് അഴിച്ച് കഴിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇത് ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനുള്ള ചെളി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലും ചെയ്താലും മതി, കൂടുതൽ ചെളി വരുന്ന സമയത്ത്. കാരണം നമുക്ക് അതൊക്കെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയത്തെ എല്ലാ പാർട്സുകളും മാറ്റി റിമൂവ് ചെയ്ത് വെച്ചിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ള പാർട്സുകളല്ലേ, അതായത് ECU തുടങ്ങിയിട്ട് സകലമാന സംഭവങ്ങളും വന്നിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ റിമൂവ് ചെയ്ത് ടേപ്പ് ചെയ്തിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട്. അതിനുള്ള ചെളി കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനൊരു സജഷൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഓക്കെ, വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.